അത് സിനിമ ആ സ്ക്രിപ്റ്റിനെ പോലെ ഇരിക്കും. അത് ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയേണ്ടി വരും, ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വർഷങ്ങളും മാസങ്ങളും ആ കാര്യം കൃത്യമായിട്ട്. ഇപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഡയലോഗ് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഇംപ്രവൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാര്യം അതെന്നാലും അത് കണക്ട് ചെയ്തിട്ട് ആൾക്കാർക്കുള്ള കാര്യം. ഞാൻ അതിനകത്തൊരു പോലീസാണ്, മറ്റേതാണല്ലോ. പക്ഷേ വേറെ ചില സിനിമകൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആട് പോലത്തെ സിനിമകൾ ഒക്കെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും ഡയലോഗ്. പക്ഷേ ഇത് ഇപ്പോൾ വേറെ കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടെ സമപ്രായകരായ ഡയറക്ടേഴ്സിൻ്റെ കൂടെ കൂടുതൽ ഞാൻ സീനിയേഴ്സിൻ്റെ ഒപ്പം തന്നെ ജോർജ് സാറിൻ്റെ കൂടെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ കൂടുതൽ. പിന്നെ പരമകുമാർ സാറ് അങ്ങനെ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചില്ല. പോലെ വലിയ ഇപ്പോൾ പഴയ നമ്മൾ ഇപ്പോൾ ബഹുമാനിക്കുന്ന റൈറ്റേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് അങ്ങനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പോഴൊന്നും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളുടെ അണുവിട തെറ്റാതെ പോയിക്കോളണം. അപ്പോൾ അത് എനിക്ക് അത് അവർക്ക് ആ സബ്ജക്റ്റ് അങ്ങനെ ആയിരിക്കും. അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷെ ഇപ്പോൾ ചില പടങ്ങൾ സ്ക്രിപ്റ്റ് പോലും ചിലപ്പോൾ വർക്ക് ചെയ്യാതെ അവിടെ ഇരുന്ന് കണ്ടന്റ് പറയുകയും അത് ചില അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഇഷ്ടമുള്ള പറയും, പറഞ്ഞിട്ട് നല്ലതാണ് അത് പറഞ്ഞു അങ്ങനെ പറയും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഓരോ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഓരോ രീതികളാണ്.